ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളോട് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, ഇതെൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഐറ്റം പൻസീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത്, ഒരു ഒണിയൻ, ഒരു ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഗാർലിക് ചെറുതായിട്ട് കട്ട് ചെയ്തോ കേട്ടോ. പിന്നെ ഇതെന്താണെന്നല്ലേ, ഇത് വേറെ ഒന്നുമില്ല, സോയാ സോസാണ്. പിന്നെ നമ്മൾ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ പീസാണ് എടുത്ത്, അതാണ് നല്ലത്. പിന്നെ ശകലം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ ഒരു ചിക്കൻ ക്യൂബും. ഇതെന്താ സംഭവം എന്നല്ലേ, ഇത് വേറെ ഒന്നുമല്ല കേട്ടോ, കേബേജാണ്. കേബേജ് നമ്മൾ വലിയ സൈസിലാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ശകലം ബീൻസ് എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കാം. ഈ ഒരു ഐറ്റം മെയിൻ എന്ന് പറഞ്ഞില്ലേ, കാണുമ്പോൾ അത് ചൈന ഗ്രാസ് എന്നൊക്കെ തോന്നും, പക്ഷേ അല്ല കേട്ടോ. അപ്പോൾ അത് നമ്മളെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കുക. ഞാനെടുത്ത ഒലീവ് ഓയിലാണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഉപയോഗിക്കുക. ആദ്യം തന്നെ നമ്മൾ ഒണിയനാണ് ഇതിലേക്ക് ഇടാൻ പോകുന്നത്. ഒണിയൻ ഇട്ട ശേഷം നന്നായിട്ട് വഴറ്റുക. വഴറ്റുകയെന്ന് വെച്ചാൽ ഇതിലുപയോഗിക്കുന്ന എല്ലാ വെജിറ്റബിൾസും നമ്മൾ ഹാഫ് കുക്കാണ്. അപ്പോൾ ഒണിയനൊന്ന് ചെറുതായിട്ട് വഴറ്റി വന്ന ശേഷം നമുക്കിതിലേക്ക് ഗാർലിക്കും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഗാർലിക്കും ഒണിയനും ഒന്ന് മിക്സായി ഒന്ന് സെറ്റായി കഴിഞ്ഞ ശേഷം നമ്മളിതിലേക്ക് ആദ്യം തന്നെ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ചിക്കനാണ് കേട്ടോ. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച എല്ലില്ലാത്ത ചിക്കൻ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും മിക്സിങ് തന്നെ. ഈ ചിക്കൻ്റെ ഈ റോസ് നിറക്കം മാറി ഒരു വൈറ്റ് കളറാവുന്നവരെ നമ്മളൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ വൈറ്റ് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പെപ്പർ പൗഡറും ചിക്കൻ ക്യൂബും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇത് തന്നെ മിക്സിങ്. പിന്നെ നമ്മൾ വെജിറ്റബിൾസിൻ്റെ ടൈമായി, അപ്പോൾ അത് ആഡ് ചെയ്യാം. ആദ്യം നമ്മൾ ബീൻസും ക്യാരറ്റുമാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇത് രണ്ടും ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് വേറെ ഒന്നുമല്ല, ബീൻസിനും ക്യാരറ്റിനും വേവാൻ കുറച്ച് സമയം എടുക്കില്ല, അതുകൊണ്ടാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. മെയിനായിട്ട് പറഞ്ഞാൽ ഇതിൽ മിക്സിങ് പരിപാടി തന്നെയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ പാക്കറ്റ് കാണിച്ച പൻസീറ്റാണ് കേട്ടോ ഇത് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ നേരത്തെ ഇട്ട് വെക്കാം. കാരണം വേറെ ഒന്നുമല്ല, ഇതൊരു വടി പോലെ നിൽക്കുന്ന സംഭവം. ഇതൊരു നൂഡിൽസിൻ്റെ രൂപത്തേക്ക് വരണമെങ്കിൽ നമ്മളൊരു 10 മിനിറ്റെങ്കിലും വെള്ളത്തിലിടേണ്ട ആവശ്യം കേട്ടോ. അപ്പോൾ നമ്മളിതാ വെള്ളത്തിലിട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ ആഡ് ചെയ്തത് കേബേജാണ്. കേബേജ് കുറച്ചായിട്ട് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒന്നുമില്ല, കേബേജിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ് ഇതിൽ. നമ്മൾ ഒരുപാട് കേബേജ് എടുക്കുന്നുണ്ട്. ഈ ഒഴിച്ചത് സോയാ സോസാണ്, അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. സോയാ സോസാണ് ഇതിലെ മെയിൻ താരം, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ വേറെ ഒരു സ്പൈസസും ഇതിൽ ഉപയോഗിക്കുന്നില്ല. ഈ ഒരു സോസിലാണ് ഈ ഒരു ഐറ്റം ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ സോസ് ഉപയോഗിച്ച ശേഷം നമ്മളിത് വീണ്ടും മിക്സിങ് തന്നെ. മിക്സ് ചെയ്ത ശേഷം എല്ലായിടത്തും ഒന്ന് സോസൊക്കെ ഒന്ന് എത്തിക്കുക. എന്നിട്ടൊന്ന് ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കാവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച പൻസീറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ ഇപ്പോൾ ഏകദേശം കുക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുക്കിംഗ് അറിയാത്ത ഏതൊരാൾക്കും ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ ഇതിലുപയോഗിക്കുന്ന സാധനങ്ങളും നമ്മളെ കയ്യിൽ നിന്നാണ് കേട്ടോ അളവുകളൊക്കെ ഇടുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ വലിയ ഷെഫോ കാര്യങ്ങളോ ഒന്നുമല്ല, അപ്പോൾ എനിക്ക് അങ്ങനെയൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ അറിയില്ല. പക്ഷേ നിങ്ങൾക്കിതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ. അപ്പം നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച പൻസീറ്റ് വെള്ളത്തിലിട്ട് വെച്ച് നമ്മൾ ഡയറക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് കേട്ടോ. പൻസീറ്റ് ആഡ് ചെയ്ത ശേഷം നമ്മൾ വീണ്ടും നമ്മളെ കലാപരിപാടി തന്നെ, മിക്സിങ് തന്നെ. വീണ്ടും ഇതിലേക്ക് എല്ലായിടത്തും നമ്മൾ സോയാ സോസും വെജിറ്റബിൾസും എല്ലാം കൂടെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യുക നന്നായിട്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, ഇത് അത്യാവശ്യം കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു ഡിഷാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം കൂടെയാണ്. അപ്പോൾ അധികം നമ്മളിതിൽ വെജിറ്റബിൾസാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സോയാ സോസും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും മിക്സ് ആക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിനിയിപ്പോൾ സോയാ സോസ് ഇതിൽ കുറച്ച് കുറവാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒറിജിനൽ കളർ എന്ന് പറയുന്നത് ഒരു ബ്രൗണിഷ് കളറാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയ കണ്ടോ കളറ് ഒരു വൈറ്റ് കളറാണല്ലോ, മുഴുവനായിട്ട് നമുക്ക് ബ്രൗണിഷ് ആയിട്ടില്ല. അപ്പോൾ ഞാനിതിലേക്ക് സോയാ സോസും കൂടെ കുറച്ചും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആഡ് ചെയ്ത ശേഷമുള്ള കളറാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളെ അളവിനനുസരിച്ച് കുറച്ചും കൂടെ സോയാ സോസ് ആഡ് ചെയ്ത ശേഷം വീണ്ടും നമ്മൾ മിക്സിങ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ അത് അത്യാവശ്യം ഇതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി പൻസീറ്റ് റെഡി ആയി കേട്ടോ. വളരെ സിമ്പിളായ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണിത്. അപ്പോൾ ഇതാണ് എൻ്റെ അവസാനത്തെ പൻസീറ്റിൻ്റെ ലുക്ക് കേട്ടോ. എങ്ങനെയുണ്ട്?